അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന 36-ാമത് അധ്യായമായ സൂറത്തു യാസീനാണ് നാം പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. യാസീൻ എന്ന അക്ഷരങ്ങൾ കൊണ്ട് ഈ അധ്യായം ആരംഭിച്ചതുകൊണ്ടാണ് യാസീൻ എന്ന നാമത്തിൽ ഇതറിയപ്പെട്ടത്. നിരവധി ഉള്ളടക്കം കൊണ്ട് സമൃദ്ധമാണ് ഈ അധ്യായം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം സത്യമാണെന്നതിൻ്റെ മേൽ സത്യം ചെയ്തു പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളവാക്കിയിരുന്ന മക്കയിലെ അവിശ്വാസികളുടെ സംഭവങ്ങളും ഈ അധ്യായം പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ അനുധാവനം ചെയ്തവർക്കുള്ള പ്രതിഫലവും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൻ്റെ, അവൻ്റെ കഴിവിൻ്റെ പ്രമാണങ്ങൾ ഈ അധ്യായം നിരത്തുന്നുണ്ട്. ആ പ്രമാണങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥിരപ്പെടുത്തുകയും പുനരുജ്ജീവനവും അന്ത്യനാളും ഉറപ്പാണെന്ന് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നു. കൂടാതെ ഖിയാമത്ത് നാളിനെക്കുറിച്ചുള്ള സംഭവങ്ങളും അതിൻ്റെ ഭയാനകതകളും സൂറെന്ന കാഹളത്തിലൂതുന്നതും അനുബന്ധമായി നടക്കുന്ന സംഭവവികാസങ്ങളും നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും അഹ്ലുകാരുടെ വർത്തമാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സദാ എതിരായിരുന്ന മുശ്രിക്കീങ്ങളുടെ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വചനങ്ങളുമാണ് ഈ അധ്യായം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇഖ്റഊ സൂറത്തെ യാസീൻ അലാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണമാസന്നമായവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതണമെന്ന് മഅഖൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഹദീസിൽ കാണാവുന്നതാണ്. മാമിൻ മയ്യിത്തിൻ യുഖ്റഉ അലൈഹി സൂറത്തു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, സാന്നിധ്യത്തിൽ സൂറത്ത് യാസീൻ ഓതപ്പെട്ടവന് മരണം ലളിതമായിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഗുഫിറ ലഹു ഫീ തിൽക്കൽ ലൈല, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ആ രാത്രിയിലെ അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയം സൂറത്തു യാസീനാണ്. ആരെങ്കിലും യാസീൻ പാരായണം ചെയ്താൽ ആ പാരായണത്തിൻ്റെ ഫലമായി 10 തവണ വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി എഴുതി ചേർക്കുമെന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഫിൽ ഖുർആനില സൂറത്തൻ തശ്ഫഉ ലിഖുറാഇഹാ വയുഗ്ഫറു ലിമുസ്തമിഇഹാ അലാ വഹിയ സൂറത്തു യാസീൻ തുദ്ആ ഫിത് തൗറാത്തി അൽ മുഇമ്മ. നിശ്ചയം വിശുദ്ധ ഖുർആനിൽ ഒരധ്യായമുണ്ട്. അത് പാരായണം ചെയ്യുന്നവർക്ക് ആ അധ്യായം വലിയ രോഗശമനമാണ്. അത് കേൾക്കുന്നവരുടെ ദോഷങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ ആ അധ്യായം നിമിത്തമാണ്. അലാ വഹിയ സൂറത്തു യാസീൻ, അതാണ് സൂറത്തു യാസീൻ. തൗറാത്തിൽ അതിന് മുഇമ്മ എന്നും പേരുണ്ട്. അപ്പോൾ സ്വഹാബത്ത് നബിതങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ വമൽ മുഇമ്മ, ഈ മുഇമ്മ എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഉമ്മു സാഹിബഹാ ബിഖൈരിദ് ദുനിയ വതദ്ഫഉ അൻഹു അഹാവീലൽ ആഖിറതി വതുദ്അദ്ദാഫിഅ വൽ ഖാദിയ. ദുനിയാവിലെ ഖൈറുകളെയെല്ലാം അത് പാരായണം ചെയ്യുന്നവർക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്ന, വ്യാപകമാക്കുന്നതാണ് ഈ മുഇമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ആഖിറത്തിലെ ഭയാനകതകളെ തൊട്ട് അവനെ തട്ടി രക്ഷപ്പെടുത്തുകയും ചെയ്യും.
ഇതിന് കൂടാതെ ദാഫിഅ പ്രതിരോധിക്കുന്നത്, വൽ ഖാദിയ വീട്ടിക്കൊടുക്കുന്നത് എന്നെല്ലാം അർത്ഥമുണ്ട്. ഖീല സ്വഹാബത്ത് വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് വ കൈഫ ദാലിക്, എങ്ങനെയാണത് പ്രതിരോധിക്കുകയും വിധിക്കുകയുമെല്ലാം ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാസീൻ അത് പാരായണം ചെയ്യുന്നവരെ എല്ലാ ദോഷങ്ങളെ തൊട്ടും തടഞ്ഞു നിർത്തും. മാത്രമല്ല എല്ലാ ഉദ്ദേശ്യങ്ങളും പൂർത്തീകരിച്ചു തരികയും ചെയ്യും. യാസീന് വേറെയും ധാരാളം മഹത്വങ്ങൾ മുഫസ്സിറുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നാളെ തുടരാം. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.